ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഫസ്റ്റ് മൊഡ്യൂളിലെ സോഴ്സസ് ഓഫ് വാട്ടർ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ടോപ്പിക്കാണ്. അതായത് എന്താണ് വാട്ടർ ഡിമാൻഡ്, വാട്ടർ ഡിമാൻഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിമാൻഡുകളുണ്ട്, അതുപോലെ തന്നെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ആണ് റീസൺ ഫോർ ഫ്ലക്ച്വേഷൻ ഇൻ ഡിമാൻഡ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ഈ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ടോപ്പിക്സിൽ വരുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിമാൻഡുകളുണ്ട്, അത് എത്രയൊക്കെയാണ്, അതെങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതും, വാട്ട് ആർ ദ റീസൺ ഫോർ ഫ്ലക്ച്വേഷൻസ് ഓർ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫ്ലക്ച്വേഷൻസ് ഫോർ ഡിമാൻഡ്, അത്രയാണ് പഠിക്കാൻ പോകുന്നത്. ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് ഫ്ലക്ച്വേഷൻ വിൽ ബി ഡീലിംഗ് ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് ദ സെക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിമാൻഡ്സ്? ഡിമാൻഡ് മീൻസ് ഒരു പേഴ്സണ് ഒരു ദിവസം ആവശ്യമുള്ള ടോട്ടൽ വെള്ളത്തിനെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ മീൻസ് പെർ പേഴ്സൺ. ഇപ്പോൾ പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്ന് വെച്ചാൽ ഒരു പേഴ്സണ് ഒരു ദിവസം വേണ്ട ടോട്ടൽ വെള്ളത്തിൻ്റെ എമൗണ്ട്. ഇപ്പോൾ ഒരാളുടെ വാട്ടർ ഡിമാൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾക്ക് ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് മാത്രമായിരിക്കില്ല ഉണ്ടാവുക. അതായത് അയാളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമല്ല, ഒരുപാട് ടൈപ്സ് ഓഫ് ഡിമാൻഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ്. അത് നമുക്കറിയാം, നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം. സെക്കൻഡ് വൺ, ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ്. അതായത് ഇൻഡസ്ട്രിയൽ, മർച്ചൻ്റെയിൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് യൂസുകൾക്ക് ആവശ്യമുള്ള വെള്ളം, അതാണ് ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ്. തേർഡ് വൺ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കൊമേഴ്ഷ്യൽ വാട്ടർ ഡിമാൻഡ്. സ്കൂൾ, ഹോസ്പിറ്റൽ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വെള്ളം. ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസ്. പബ്ലിക് യൂസ് ഇൻ ദ സെൻസ് പർപ്പസസ് ലൈക്ക് ഗാർഡനിങ്, അതുപോലെ തന്നെ സ്ട്രീറ്റ് വാഷ്, റോഡ് വാഷിംഗ്, ആ ടൈപ്പ് മൊത്തം സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പബ്ലിക് യൂസിൽ പെടുന്നതാണ് ആ ടൈപ്പ് ഓഫ് ഡിമാൻഡ്. പിന്നെ ഫയർ ഡിമാൻഡ്. പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഈ പബ്ലിക് വാട്ടർ സപ്ലൈ സ്കീമിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ ആ സമയത്ത് വെള്ളം ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എത്രത്തോളം വെള്ളം വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഡിമാൻഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ ഫയർ ഡിമാൻഡ് നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കും. വാട്ടർ റിക്വയർഡ് ടു കോമ്പൻസേറ്റ് ലോസസ് ഇൻ വേസ്റ്റസ് ആൻഡ് തെഫ്റ്റ്. അതായത് നമ്മൾ പൈപ്പ് നെറ്റ്വർക്ക് കൊടുക്കുമ്പോൾ അതിൽ പല സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടിയിട്ടും എല്ലാം വേസ്റ്റേജ് ഓഫ് വാട്ടർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തെഫ്റ്റ്, വെള്ളം മോഷണം പോവാറുണ്ട്. ഉള്ള പൈപ്പിൽ തന്നെ എവിടെയെങ്കിലും എക്സ്ട്രാ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് ചില സമയത്ത് വെള്ളം മോഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വേസ്റ്റേജും തെഫ്റ്റും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവസാനം ഒരു ടോട്ടൽ എമൗണ്ട്, അതായത് ഈ സൊസൈറ്റിക്ക് ടോട്ടൽ ഇത്ര വെള്ളം ആവശ്യം വരും, ഇതാണ് ഈ സൊസൈറ്റിയുടെ ഡിമാൻഡ് എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 6 എണ്ണമാണുള്ളത്: ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ്, ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ വാട്ടർ ഡിമാൻഡ്, ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസ്, ഫയർ ഡിമാൻഡ്, വാട്ടർ റിക്വയർഡ് ടു കോമ്പൻസേറ്റ് ലോസസ് ഇൻ വേസ്റ്റസ് ആൻഡ് തെഫ്റ്റ്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ്. ടോട്ടൽ വാട്ടർ ഡിമാൻഡിൻ്റെ 50-60% വരുന്നത് ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡാണ്. നമുക്കറിയുന്ന പോലെ തന്നെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിൽ ഡ്രിങ്കിങ്, കുക്കിംഗ്, ബാത്തിങ്, ലോൺ സ്പ്രിംഗ്ലിങ്, ഗാർഡനിങ്, സാനിറ്ററി പർപ്പസ് എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ 50-60%. അതൊരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ഇൻകം ഗ്രൂപ്പാണെന്ന് വിചാരിക്കാം. അതായത് സിറ്റീസിലും ടൗണിലും താമസിക്കുന്ന ഹൈ ഇൻകം ഉള്ള ഫാമിലീസ് ആണെന്ന് വിചാരിക്കുക. വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം, അതായത് ടോയ്ലറ്റിൽ ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റമുള്ള ഹൈ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഹൈ ഇൻകം ഗ്രൂപ്പ് ഓഫ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർ ഏകദേശം 200 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ, അതായത്
പെർ ക്യാപിറ്റ ഒരാൾ 200 ലിറ്റർ വെള്ളം ഉപയോഗിക്കും എന്നുള്ളതാണ് ഒരു ആവറേജ് ആയിട്ട് കണക്ക് പറയുന്നത്. ഇവിടെ എൽ എച്ച് ഡി എന്ന് എഴുതിയിട്ടുള്ളത് ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ. അത് തന്നെയാണ് LPCD, അതായത് ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. നിങ്ങൾക്ക് ചിലപ്പം പരീക്ഷയ്ക്ക് വരുമ്പോൾ അതിൽ LPCD എന്നാവാം, അതായത് ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ, അല്ലെങ്കിൽ ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ, ദാറ്റ് ഈസ് LHD. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. LHD എന്ന് തന്നാൽ ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ, അതായത് ഓരോ വ്യക്തി യൂസ് ചെയ്യുന്ന വെള്ളം. ഇനി LPCD എന്ന് തന്നാലും ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ, രണ്ടും സെയിം മീനിങ് ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ 200 LHD അല്ലെങ്കിൽ LPCD എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിവിഷൻ വരുന്നത് എന്നുള്ളതാണ്. ഡ്രിങ്കിങ്ങിന് 5 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ, കുക്കിങ്ങിന് 5, ബാത്തിങ്ങിന് 75, അങ്ങനെ ടോട്ടൽ 200 LPCD ആണ് ഒരു ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ള ഒരു പേഴ്സൺ ഒരു ദിവസം യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഒരു ലോ ഇൻകം ഗ്രൂപ്പ് അല്ലെങ്കിൽ വീക്കർ സെക്ഷൻ ഓർ കോളനീസിലൊക്കെ ഉള്ള ആളുകൾ യൂസ് ചെയ്യുന്നത് ടോട്ടൽ 135 LPCD ആണ്. അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റമുള്ള ടോയ്ലറ്റുകൾ യൂസ് ചെയ്യുന്ന വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പിൻ്റെ തന്നെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് 135 ആണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ എടുക്കുക ആവറേജ് വാട്ടർ കൺസപ്ഷൻ പെർ ക്യാപിറ്റ കൺസപ്ഷൻ 135 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ ആണ്. കാരണം ഇന്ത്യ ഒരു വികസ്വര രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഇൻകം ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലോ ഇൻകം ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 135 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ ആണ് നമ്മൾ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. കാനഡ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അവർ 200 LPCD ആണ് എടുക്കാറുള്ളത്. ഇത്രയാണ് നമുക്ക് ഡൊമസ്റ്റിക് ഡിമാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ്. ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ് പെർ ഡേ ഒരു പേഴ്സൺ 50 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ അല്ലെങ്കിൽ 50 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ, അത്രയാണ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ വാട്ടർ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആവറേജ് കൺസംഷൻ 20 LHD ആണെന്നാണ് പറയുന്നത്. അത് ചില സിറ്റുവേഷൻസിൽ 50 LHD അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വരാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽ, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, കോളേജസ്, റെയിൽവേ സ്റ്റേഷൻ ഓഫീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ വാട്ടർ ഡിമാൻഡിൽ വരുന്നത്. ഇനി ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസ്. പബ്ലിക് യൂസിന് പെർ ക്യാപിറ്റ ഡിമാൻഡ് 10 LPCD അല്ലെങ്കിൽ LHD ആണ്. പബ്ലിക് യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിങ് പബ്ലിക് പാർക്സ്, അതായത് പബ്ലിക് പാർക്കുകൾ നനയ്ക്കുന്നതിന്, അതുപോലെ തന്നെ ഗാർഡനിങ്, വാഷിംഗ് ആൻഡ് സ്പ്രിംഗ്ലിങ് ഓൺ റോഡ്സിലൊക്കെ പൊടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് വാഷിംഗ്, അതുപോലെ തന്നെ റോഡ് വാഷിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പബ്ലിക് ഫൗണ്ടെയിൻസ് ഉണ്ടായിരിക്കും പാർക്കുകളിലൊക്കെ. അതിനൊക്കെയുള്ള വെള്ളം പബ്ലിക് യൂസിലാണ് വരുന്നത്. അത് 10 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ ആയിരിക്കും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫയർ ഡിമാൻഡാണ്. ഫയർ ഡിമാൻഡിന് നമ്മൾ ലെസ് ദാൻ 1%, അതായത് ടോട്ടൽ ഡിമാൻഡിൻ്റെ ലെസ് ദാൻ 1% ആണെന്നുള്ള രീതിയിലാണ് എടുക്കാറ്. ഫയർ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ കുച്ചിലിങ്സ് ഫോർമുലയാണ്. കുച്ചിലിങ്സ് ഫോർമുല പറയുന്നത് ക്യൂവിൻ്റെ യൂണിറ്റ് amount of water required in liters per minute ആണ്. ഓർത്ത് വെക്കണം, ക്യൂവിൻ്റെ യൂണിറ്റ് ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. ഇവിടെ എഴുതിയിട്ടില്ല, എല്ലാ ഫോർമുലാസും കഴിഞ്ഞ് ലാസ്റ്റാണ് ഈ നോട്ടിൽ അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുലാസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഫോർമുലാസ് ബൈ ഹാർട്ട് പഠിക്കണം. ഇതിൽ ക്യൂവിൻ്റെ യൂണിറ്റ് മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റും. ക്യൂവിൻ്റെയും അതുപോലെ തന്നെ പീൻ്റെയും യൂണിറ്റ്, അതിൽ ക്യൂ ഉള്ളത് ലിറ്റേഴ്സ് പെർ മിനിറ്റിലാണ്. പി ആണെങ്കിൽ പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ്, അതായത് ഇപ്പോൾ 20,000 ആണ് പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ 20,000 ഡിവൈഡഡ് ബൈ 1000, ദാറ്റ് ഈസ് 20. അതായത് പോപ്പുലേഷൻ ഇൻ 1000 ആയിട്ടാണ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ P 20,000 ആണെന്നുണ്ടെങ്കിൽ Pൻ്റെ വാല്യൂ 20 ആയിരിക്കും. അപ്പോൾ കുച്ചിലിങ്സ് ഫോർമുല പറയുന്നത് Q ഈക്വൽ ടു 3182 റൂട്ട് P. Q in liters per minute and P in thousands. ഇനി ഫ്രീമാൻസ് ഫോർമുല പറയുന്നത് Q ഈക്വൽ ടു 1136 P ഡിവൈഡഡ് ബൈ 10 പ്ലസ് 10 ആണ്. ഇവിടെയും Q ലിറ്റേഴ്സ് പെർ മിനിറ്റിലും P തൗസൻഡ്സിലുമാണ്. നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർറൈറ്റേഴ്സ് ഫോർമുല വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഇതിൽ പറയുന്നത് ഫോർ എ സെൻട്രൽ കൺജസ്റ്റഡ് ഹൈ വാല്യൂഡ് സിറ്റി വെൻ P ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 lakhs, അവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല Q ഈക്വൽ ടു 4637 റൂട്ട് P ഇൻറ്റു 1 മൈനസ് 0.01 റൂട്ട് P. വെൻ P ഗ്രേറ്റർ ദാൻ 2 lakhs, പ്രൊവിഷൻ ഓഫ് 546,000 liters per minute may be made with an additional provision of 9100 36400 liters per minute for a second fire. അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, നിങ്ങൾ നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർറൈറ്റേഴ്സ് ഫോർമുലേൻ്റെ ആ ഫോർമുലയും കൂടി പഠിച്ചു വെച്ചാൽ മതി. ഇനി ഒരു റെസിഡൻഷ്യൽ സിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ആവറേജ് ആയിട്ട് വരുന്ന കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സ്മോൾ ഓർ ലോ ബിൽഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ 2200 liters per minute. ലാർജർ ഓർ ഹയർ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ കുച്ചിലിങ്സ് ഫോർമുല എന്താ, ഫ്രീമാൻസ് ഫോർമുല എന്താ, നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർറൈറ്റേഴ്സ് ഫോർമുല എന്താ, ഫോർമുലാസ് കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ ബസ്റ്റൺ ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുലയും കൂടെ ഉണ്ട്. ഇതെല്ലാം എംപിരിക്കൽ ഫോർമുലാസാണ്. എംപിരിക്കൽ ഫോർമുലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂവിൻ്റെ യൂണിറ്റും പീൻ്റെ യൂണിറ്റും ആ തന്നിരിക്കുന്ന ഇതിൽ തന്നെ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആൻസർ തെറ്റും. എംപിരിക്കൽ ഫോർമുലാസ് സാധാരണ ഫോർമുലേറ്റ് ചെയ്യുക, നമ്മൾ സെർട്ടൻ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യും. ആ എക്സ്പെരിമെൻറ്റ്സിൻ്റെ കണ്ടീഷൻസിൽ ആ എക്സ്പെരിമെൻറ്റ്സിൻ്റെ റിസൾട്ട് ഏത് യൂണിറ്റിലാണോ കിട്ടിയിട്ടുള്ളത് ആ യൂണിറ്റ് വെച്ച് ഓരോ ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ ഓരോ സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ ഓരോ മാത്തമാറ്റീഷ്യനും ഉണ്ടാക്കിയെടുക്കുന്ന ഫോർമുലാസാണ്. ഇപ്പോൾ കുച്ചിലിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഉണ്ടാക്കിയോണ്ടാണ് അതിന് ഫസ്റ്റ് ഈ ഫോർമുലയ്ക്ക് ആ ഒരു പേര് വന്നിട്ടുള്ളത്. അത് അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള അതേ കണ്ടീഷൻസിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു ഇക്വേഷൻ വെച്ച് ആൻസർ കിട്ടുക. അപ്പോൾ അവർ എല്ലാ ക്യൂ മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കുക ലിറ്റേഴ്സ് പെർ മിനിറ്റിലായിരിക്കും. പോപ്പുലേഷൻ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക 1000-ലായിരിക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെ കൊടുത്താലേ ഈ ഇക്വേഷൻസിൽ ആൻസർ കിട്ടുള്ളൂ, അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ കുച്ചിലിങ്സ് ഫോർമുല പഠിക്കുക, ഫ്രീമാൻസ് ഫോർമുല പഠിക്കുക, നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർറൈറ്റേഴ്സ് ഫോർമുല പഠിക്കുക. അതുപോലെ തന്നെ ബസ്റ്റൺസ് ഫോർമുല Q ഈക്വൽ ടു 5663 റൂട്ട് P. അവിടെയും Q എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ഇൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്, P പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിമാൻഡ് വരുന്നത് ഡിമാൻഡ് ഫോർ ലോസസ് ആൻഡ് തെഫ്റ്റ്. ലോസ് പല കാര്യങ്ങൾ കൊണ്ട് ലോസുകൾ ഉണ്ടാവാം. ലീക്കേജ് ഡ്യൂ ടു ബാഡ് പ്ലംബിംഗ് ആൻഡ് ഡാമേജസ്, സ്റ്റോളൻ വാട്ടർ ആൻഡ് സം ടൈപ്പ് ഓഫ് അതർ ലോസസ്. പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ലോസസ് ഉണ്ടാവാം. പൈപ്പ് പൊട്ടിയും കൊണ്ട് തന്നെ ആവണമെന്നില്ല, മറ്റും പല കാരണങ്ങൾ കൊണ്ടും. സോഴ്സിൽ നിന്ന് വെള്ളം എടുത്ത് ഇത് നമ്മളെ വീട്ടിലെത്തുന്നതിൻ്റെ ഇടയിൽ പല കാരണങ്ങൾ കൊണ്ടും ലോസസ് ഉണ്ടാവാം. ഇനി എന്താണ് പെർ ക്യാപിറ്റ ഡിമാൻഡ്? ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ. ആനുവൽ ആവറേജ് ഡെയിലി കൺസംഷൻ ഓഫ് ഈച്ച് പേഴ്സൺ. ഓരോ പേഴ്സണും ഒരു ദിവസം യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ആവറേജ് വാല്യൂ, അതിനെയാണ് പെർ ക്യാപിറ്റ ഡിമാൻഡ്. അത് ഒന്നെങ്കിൽ നമുക്ക് ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേയിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ, അതായത് LPCDയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതിൽ ഡൊമസ്റ്റിക് ഡിമാൻഡ്, ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്, കൊമേഴ്ഷ്യൽ ഡിമാൻഡ്, പബ്ലിക് യൂസും വേസ്റ്റ് ആൻഡ് തെഫ്റ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കാം. പെർ ക്യാപിറ്റ ഡിമാൻഡ് 100 മുതൽ 360 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ വരെ ആവാം ഒരു ഇന്ത്യൻ ടൗണിൽ. അത് ഫോർ ആൻ ആവറേജ് ഇന്ത്യൻ ടൗൺ നമ്മൾ എടുക്കുന്നത് 335 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ ആണ്. അതിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഡൊമസ്റ്റിക് യൂസിൽ 200, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂസിൽ 50, കൊമേഴ്ഷ്യൽ യൂസിൽ 20, പബ്ലിക് യൂസിൽ 10,
വേസ്റ്റ് ആൻഡ് തെഫ്റ്റിന് 55. അങ്ങനെ ടോട്ടലി ഒരു ഇന്ത്യൻ കൺട്രിയിൽ ഇന്ത്യൻ സിനാരിയോയിൽ 335 ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ ആയിരിക്കും LPCD, ദാറ്റ് ഈസ് പെർ ക്യാപിറ്റ ഡിമാൻഡ്. ഇനി എന്തെങ്ങനെയൊക്കെയാണ് വേരിയേഷൻ ഓഫ് ഡിമാൻഡ് ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിമാൻഡ് സീസണൽ വേരിയേഷൻസ് ഉണ്ടാവാം. സീസണൽ വേരിയേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറിലായിരിക്കും നമ്മൾ കൂടുതൽ വെള്ളം യൂസ് ചെയ്യുക. ഇപ്പോൾ ഡ്രിങ്കിങ്ങിൻ്റെ ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാത്തിങ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്ലീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം കൂടുതലായിട്ട് വരിക സമ്മറിലായിരിക്കും. അപ്പോൾ സമ്മറിൽ ഒരാളുടെ പെർ ക്യാപിറ്റ ഡിമാൻഡ് റെയിനി സീസൺ അല്ലെങ്കിൽ വിൻ്റർ സീസണിലുള്ളതിനേക്കാളും കൂടുതലായിരിക്കും. അതാണ് സീസണൽ വേരിയേഷൻ. ഇനി ഡെയിലി വേരിയേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആഴ്ചയിലുള്ള ദിവസങ്ങൾ എടുത്ത് നോക്കുമ്പോൾ സൺഡേസിൽ നമുക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും. സൺഡേസിൽ എല്ലാവർക്കും ലീവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ വാട്ടർ ഡിമാൻഡ് കൂടുതലാവാനാണ് ചാൻസ്. അപ്പോൾ ഡെയിലി വേരിയേഷനിൽ വരുന്നത് വാട്ടർ കൺസംപ്ഷൻ വിൽ ബി മോർ ഓൺ സൺഡേസ് ആൻഡ് അതർ ഹോളിഡേയ്സ് ആസ് കമ്പയർഡ് ടു അതർ വർക്കിംഗ് ഡേയ്സ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഡിമാൻഡ് ഒരു ആവറേജ് ഡിമാൻഡിൽ നിന്ന് ഡെയിലി ഡിമാൻഡും ഹവേർലി ഡിമാൻഡും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ടോട്ടൽ ഒരു വർഷത്തേക്കുള്ള ടോട്ടൽ ഡിമാൻഡിനെ 365, അതായത് ഒരു വർഷം എത്രത്തോളം ദിവസം ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് കിട്ടും. ടോട്ടൽ ഒരു വർഷത്തേക്കുള്ള വാട്ടർ ഡിമാൻഡിനെ 365 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് കിട്ടും. ഇനി ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡിൽ നിന്ന് മാക്സിമം ഡെയിലി ഡിമാൻഡ്, ആവറേജിൽ നിന്ന് മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനെ 1.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് മാക്സിമം ഡെയിലി ഡിമാൻഡ് ഈക്വൽ ടു 1.8 ടൈംസ് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്. ഇനി നമുക്ക് ഹവേർലി വേരിയേഷൻ, അതായത് ഹവേർലി ഡിമാൻഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഹവേർലി ഡിമാൻഡ് ഈക്വൽ ടു 1.5 ടൈംസ് ആവറേജ് ഹവേർലി ഡിമാൻഡ്. അതായത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് ഡെയിലി ഡിമാൻഡ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരു ദിവസത്തെ ടോട്ടൽ വാട്ടർ ഡിമാൻഡിനെ 24 അവേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ഹവേർലി ഡിമാൻഡ് കിട്ടും. ആവറേജ് ഹവേർലി ഡിമാൻഡിൽ നിന്ന് മാക്സിമം ഹവേർലി ഡിമാൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് ഹവേർലി ഡിമാൻഡിനെ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമുക്കറിയാം ആവറേജ് ഹവേർലി ഡിമാൻഡ് നമുക്കറിയാം മാക്സിമം ഹവേർലി ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മാക്സിമം ഹവേർലി ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല കൂടി ഉണ്ട്. അതായത് 2.7 ഇൻറ്റു ആനുവൽ ആവറേജ് ഹവേർലി ഡിമാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ 1.5 ടൈംസ് ആവറേജ് ഹവേർലി ഡിമാൻഡ് ഓഫ് മാക്സിമം ഡേ ആണ്. അതായത് ഒരു മാക്സിമം ഡിമാൻഡുള്ള ഡേയിലുള്ള ഡിമാൻഡിനെ 24 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഡേയിലെ ആവറേജ് ഹവേർലി ഡിമാൻഡ് കിട്ടും. അതിനെ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഹവേർലി ഡിമാൻഡ് കിട്ടും. ഇനി അതിന് പകരം ആനുവൽ ആവറേജ് ഹവേർലി ഡിമാൻഡാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കാം. അതായത് ഒരു വർഷം നമുക്ക് ടോട്ടലായിട്ടുള്ള ഡിമാൻഡിനെ 365 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് കിട്ടും. അതിനെ 24 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആനുവൽ ആവറേജ് ഹവേർലി ഡിമാൻഡ് കിട്ടും. അതിൽ നിന്ന് മാക്സിമം ഹവേർലി ഡിമാൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ 2.7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഒരു ദിവസത്തെ ഹവേർലി വേരിയേഷൻ, അതായത് ഒരു ദിവസത്തെ 24 അവേഴ്സിൽ എങ്ങനെയാണ് ഡിമാൻഡ് വേരി ചെയ്യുന്നുള്ളതെന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണിത്. അതിൽ എക്സ് ആക്സിസിൽ ഹവേഴ്സ് ഓഫ് ദ ഡേ കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ വാട്ടർ ഡിമാൻഡ് ഇൻ ലിറ്റേഴ്സ് പെർ ഹവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ 12 മണി, അതായത് പുലർച്ചെ 12 മണി മുതൽ ഒരു 6 മണി വരെ ആ സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് വാട്ടർ ഡിമാൻഡ് വളരെ കുറവായിരിക്കും. അത് കഴിഞ്ഞ് ഒരു 6 മണി മുതൽ ഒരു 8 മണി വരെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടി വരും. അത് കഴിഞ്ഞ് 8 മുതൽ ഒരു 10-11 വരെ
ആ സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുക. കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികൾ ആ സമയത്തായിരിക്കും റെഡി ആവുന്നത്, ഓഫീസിൽ പോകുന്ന സ്റ്റാഫും ആ സമയത്തായിരിക്കും റെഡി ആവുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെള്ളം യൂസ് ചെയ്യുന്ന സമയം. അപ്പോൾ അതുകൊണ്ടാണ് ആ 8 to 11 ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട്, മാക്സിമം വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ സമയത്ത് നമ്മൾ മാക്സിമം വെള്ളം യൂസ് ചെയ്യും. അതിനെ നമ്മൾ മോർണിംഗ് പീക്ക് അവർ എന്ന് പറയും. ഇനി അത് കഴിഞ്ഞ് ഒരു 11 മുതൽ ഒരു ഉച്ചയ്ക്ക് 1 മണി വരെ വീണ്ടും വെള്ളം യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. പിന്നെ അതായത് വെള്ളത്തിൻ്റെ യൂസ് ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ ഒരു 1 മണി മുതൽ ഒരു 4 മണി വരെ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകും. എന്നാൽ പിന്നീട് വൈകുന്നേരം 4 മണി മുതൽ ഒരു 9 മണി വരെ വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. പിന്നെ 9 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഒരു 10 മണി വരെയൊക്കെ, ഒരു 9, 10, 11 വരെയൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഹൈ യൂസ് തന്നെയായിരിക്കും, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോവും. പിന്നെ വീണ്ടും നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ രാവിലെ ഒരു പീക്ക് ടൈം ഉണ്ടായിരിക്കും, അത് 8 to 11 ഹൈ വാട്ടർ കൺസംഷൻ ആയിരിക്കും. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 4 മണി മുതൽ 9 മണി വരെ ആ സമയത്തും ഹൈ കൺസംഷൻ ആയിരിക്കും. അതിൽ ഈവനിങ് പീക്കായിരിക്കും മോർണിംഗ് പീക്കിനേക്കാളും കൂടുതലുണ്ടായിരിക്കാം. അത് കാണിക്കുന്ന ഒരു വേരിയേഷനാണ്, ഒരു ഗ്രാഫാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫ്ലക്ച്വേഷൻ ഇൻ വാട്ടർ ഡിമാൻഡ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് വേരിയേഷൻ ഓൺ ഡിമാൻഡ് ആവാം, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ ഓൺ ഡിമാൻഡ് ആവാം. അപ്പോൾ സീസണൽ വേരിയേഷനെ കുറിച്ച് പറയണം. സമ്മർ സീസണിലായിരിക്കും വിൻ്റർ ആൻഡ് റെയിനി സീസണിനെ അപേക്ഷിച്ച് വാട്ടർ ഡിമാൻഡ് കൂടുതൽ. അതുപോലെ തന്നെ ഡെയിലി വേരിയേഷൻ പറയുന്ന സമയത്ത് എങ്ങനെയാണ്, ഹോളിഡേയ്സ് ആൻഡ് സൺഡേസിലായിരിക്കും വാട്ടർ ഡിമാൻഡ് കൂടുതലായിട്ടുണ്ടാവുക ആസ് കമ്പയർഡ് ടു അതർ വർക്കിംഗ് ഡേയ്സ്. പിന്നെ എങ്ങനെയാണ് മാക്സിമം ഡെയിലി ഡിമാൻഡും മാക്സിമം ഹവർലി ഡിമാൻഡും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്രം ആനുവൽ ആവറേജ് ഡിമാൻഡ് ആൻഡ് ആനുവൽ ആവറേജ് ഹവർലി ഡിമാൻഡ്. അതുപോലെ തന്നെ ഒരു ഡേയിലുള്ള ഡിഫറെൻറ്റ് അവേഴ്സിൽ എങ്ങനെയാണ് ഹവർലി ഡിമാൻഡ് വേരി ചെയ്യുന്നതിൻ്റെ ഈ ഫിഗർ അടക്കം മോർണിംഗ് പീക്ക് അവേഴ്സ് എപ്പോഴൊക്കെയാണ്, ഈവനിങ് പീക്ക് അവേഴ്സ് എപ്പോഴൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയണം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നോട്ട്സ് വളരെ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഈ ഗ്രാഫിൻ്റെ ഷേപ്പും അതിലെപ്പോഴൊക്കെയാണ് പീക്ക് അവേഴ്സ് എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.